ഇന്നെന്താ അഞ്ചുകുട്ടി നമ്മൾ ഉണ്ടാക്കാൻ പോണേ? We're gonna make angel hair chocolate. Yay! Viral angel hair chocolate. Yeah. Excited ആണോ അഞ്ചുകുട്ടി? Are you excited, guys? അപ്പൊ എന്താ? Let's do it. നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാം. ഇതില് മിൽക്ക് ചോക്ലേറ്റ് ആണോ വൈറ്റ് ചോക്ലേറ്റ് ആണോ വേണ്ടത്? Chocolate. What is that? Milk chocolate is brown color chocolate. White chocolate is white color chocolate. Okay, it's gonna be white chocolate. We are going to add pink color chocolate. Ready? Agree? നമുക്ക് ഇത് മെൽറ്റ് ചെയ്യാം കേട്ടോ. ഏഞ്ചൽ ഹെയർ ചോക്ലേറ്റിന് ഗ്ലിറ്റേഴ്സ് ഇല്ല, ബട്ട് ആൻറ്റിക്കുട്ടൻ ലവ്സ് ഗ്ലിറ്റേഴ്സ്. അതുകൊണ്ട് മാത്രം സ്പാർക്കിൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒരു ലിറ്റ് ബിറ്റ്, ഒത്തിരി വേണ്ട കേട്ടോ, അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മതി മുത്തേക്ക്. ആണോ? ഇനി ഏത് കളറാ നമുക്ക് വേണ്ടേ? പിങ്ക് ചോക്ലേറ്റ് ഇതിലോട്ട് ഒഴിക്കാൻ പോവാ. പിങ്ക് ചോക്ലേറ്റ് ഒഴിക്കാൻ പോവാ. Wow. Let's begin. Okay. ഇതെടുത്ത് പിടിച്ച് ഹോൾഡ് ചെയ്തേ. ജെന്റ്ലി ഇതുണ്ട് അമ്മ മൂവ് ചെയ്യുന്നോട് മൂവ് കേട്ടോ. Yeah. അടുത്ത ലെയർ എന്തുവാ? Making the angel hair. പിസ്റ്റാഷ്യോ ക്രീം. ഇതിനെ നമുക്ക് മെൽറ്റ് ആക്കി എടുക്കാം. Pistachio cream. ഇത് നമുക്ക് എന്ത് ചെയ്യണ്ടേ? നെക്സ്റ്റ് ലെയർ പിസ്റ്റാഷ്യോ ക്രീം. Yeah. Wow. Okay, let's roll it, right? എന്നിട്ട് നമ്മള് പയ്യെ ഇത് ജെന്റിലി ചെയ്യേണ്ടതാ കേട്ടോ. അമ്മ ചെയ്യാട്ടോ. Alright. Pistachio cream. ലെയർ Layer. ആയി. Nice one. Velam. Corn syrup. It's sweet and tasty. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏഞ്ചൽ ഹെയർ സെറ്റ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി കണ്ടല്ലോ. കോൺഫ്ലവർ ഇട്ടിട്ടാണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതിനെ ഒരു സർക്കിളാക്കി എടുത്തിട്ട് വലിച്ച് ഒരേ സൈസിൽ ആ സർക്കിളിൽ ചുറ്റും ഒരേ അളവ് വരണം. അങ്ങനെ ഒരേ അളവ് വരുത്തിയിട്ട് പിന്നെ നമ്മളതൊരു 8 പോലെ തിരിച്ച് വീണ്ടും കെട്ടി വലിച്ചുകൊണ്ട് വരണം. അങ്ങനെ ഇതൊരു ഇത്ര സ്ട്രാൻഡായി മാറുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോസസ്സാണ് കാണുന്നത്. ഞാനിതൊരു 5-6 വട്ടം ചെയ്ത് നോക്കി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ടെമ്പറേച്ചർ തെറ്റാം, നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് തെറ്റാം. അപ്പം 5 പ്രാവശ്യത്തോളം ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. അതുപോലെ മിസ്റ്റേക്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഈ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ സോനാപ്പപ്പിടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ആ ഒരു ടെക്സ്ചറിൽ ഈ ഒരു ഷുഗർ മിക്സ്ചറിനെ നമ്മൾ വലിച്ച് അങ്ങനെ ഒരു രൂപമാക്കി എടുക്കണം. അപ്പം അതാണ് ഇതിൻ്റെ 3rd ടോപ്പിങ്ങിൽ വരുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ്. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലെങ്കിൽ ഔട്ട്സൈഡിൽ നിന്ന് വാങ്ങിച്ച് നമുക്ക് സോസ് ചെയ്തും മേളിൽ വെക്കാവുന്നതാണ്. പിന്നെ ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്കൊരു ത്രില്ലാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അറ്റംപ്റ്റ് ചെയ്തത്. വൺസ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിവതും ഫെയിലാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പം എനിക്കിതൊരു 3-4-5 പ്രാവശ്യം ഫെയിലായി. 5ാമത്തെ വട്ടമാണ് ഇത് ശരിയാവുന്നത്. ചിലർക്ക് ഇത് ആദ്യം തന്നെ ശരിയാവാം.
അത് നമ്മുടെ എന്താ പറയുക, എത്രത്തോളം ഡിസ്ട്രാക്ഷൻ കുറവാണോ അത്രത്തോളം എളുപ്പത്തിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ സ്ലോലി ഇങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് കറക്കി കറക്കി എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ആ കോൺഫ്ലവർ പൗഡർ ഇങ്ങനെ വെറ്റാവാതെ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ അത് ഇതിൻ്റെ ഇടയിൽ സ്ട്രാൻഡ്സിൻ്റെ ഇടയിൽ പൊയ്ക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് പൊട്ടാനും അത് കൂടാതെ അത് ഒട്ടിയിട്ട് പിന്നെ ആ ഒരു ടെക്സ്ചറിൽ എത്തത്തില്ല. അപ്പോൾ എനിക്ക് മിസ്റ്റേക്ക് വരുത്തിയ കുറച്ച് എന്താ പറയുക ടെക്സ്ചറും ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. നൂല് പോലെയാണ് നമുക്ക് ഈ ഇതിൽ നിന്ന് സ്ട്രാൻഡുകൾ വരേണ്ടത്. അപ്പം നമ്മൾ ചുറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് സ്ട്രെച്ച് ചെയ്യുകയും വേണം. എനിക്കിത് നമുക്ക് ലിഫ്റ്റ് ചെയ്ത് ചെയ്യാം. ഞാനത് 5-6 പ്രാവശ്യം ചെയ്ത് നമ്മൾ ഇനി അത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ കെയർഫുള്ളായിട്ട് താഴെ തന്നെ വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ താഴെ തന്നെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കിത് കയ്യിലെടുത്ത് പിടിച്ചു നീട്ടി ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ ചെയ്തതും 100% കറക്റ്റല്ല. ലൈക്ക് നിയർലി ഒരു 90% ആണ് എൻ്റെ സ്ട്രാൻഡ്സും കറക്റ്റായിട്ടുള്ളൂ. അപ്പം കാരണം അതിൻ്റെ എലാസ്റ്റിസിറ്റി ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കുറച്ച് കൂടുതലാണ്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് അറ്റ് ദി എൻഡ് നമുക്കത് കിട്ടുകയും ചെയ്തു. അപ്പം എന്താ ഇനി അറ്റംപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഈ പോയിൻറ്റ്സൊക്കെ മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി ഡെഫിനറ്റ്ലി ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു സ്റ്റേജ് മാത്രം സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല നൂല് പരുവായിട്ടുണ്ട്. ലിഫ്റ്റ് ചെയ്യുമ്പോൾ കണ്ടോ എല്ലാം സെപ്പറേറ്റ് വരുന്ന രീതിയിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, കണ്ടോ. അപ്പം ഇത് ഇങ്ങനെ വരും അത്. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട് കാരണം അത്രമാത്രം സമയം ഇതിന് സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഏഞ്ചൽ ഹെയർ ചോക്ലേറ്റ് കഴിക്കാനും കാണാനും ഭംഗി ഉണ്ടാവില്ല. Finally, after many attempts, we made the fairy hair. Okay, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി let's try ചെയ്യണ്ട. Okay, let's make the chocolate. That's what we all are waiting for. So നമ്മുടെ അടുത്ത ലെയറിങ് തുടങ്ങുവാണ്. ജിഗുഡ ടേക്ക് ലൈക്ക് ദിസ്. അങ്ങനെയല്ല ഇത് ഫ്ലാറ്റ് ആയിട്ടിടണം. ഇങ്ങനെ ലിഫ്റ്റ് ഇറ്റ് അപ്പ് ഫ്ലാറ്റ് ആയിട്ട്, ഫ്ലാറ്റ്. ഡോണ്ട് ബ്രേക്ക് ഇറ്റ്. ഇനി നമുക്ക് ചോക്ലേറ്റ് വെയിറ്റ് ചെയ്യണേ, അമ്മ ചെയ്യാട്ടോ. ഇത് കണ്ടോ, ജെന്റ്ലി നമ്മൾ ഇത് കൊണ്ടുവരണം. ഫ്രിഡ്ജിൽ വെക്കാൻ പോവാ. അമ്മ വെച്ചോളാം കേട്ടോ. ചോക്ലേറ്റ് റെഡി കാണും. നമുക്ക് എടുക്കാം. ആ കറക്റ്റ്. നല്ല പേഷ്യന്റ് ആയിട്ടുണ്ട് കാരണം നല്ല സമയം എടുത്തിട്ടുണ്ടാക്കിയ സാധനം. നമുക്ക് അടുത്ത് ഓപ്പൺ ചെയ്യാം. ഷൈനിയാ അല്ലേ? ഷൈനിങ്. ആൻജിക്കുട്ടൻ സെഡ് ആൻജിക്കുട്ടന് ഗോൾഡ് വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഗോൾഡ് ആഡ് ചെയ്തു. ആൻജിക്കുട്ടൻ മദേഴ്സ് ഡേക്ക് കൊണ്ട് തന്നതാ. Made with love because Amma likes to bake.
ഇതാണ് അഞ്ചുകുട്ടൻ്റെ ഡ്രീം ആയിരുന്നു ഇങ്ങനെ ഒന്ന് വെക്കണം. ഹാപ്പി? That's why I bought the tray. I know. Before that, ഇങ്ങനെ. I need that piece. വാവ്. ജൂട്ടോ എന്നാ ഇൻസൈഡ് എന്നാ ഉള്ളേ? അവിടെ അതൊന്നും പറയാനുള്ളൊരു സമയം അവിടെ ഇല്ല. So yum. I need puli. Adipoli. How is this? Great. Why do you like this? Tell me. Because of the pistachio bit. സത്യം ബാലൻസ് ചെയ്തുകൊണ്ട് പിസ്റ്റാഷ്യോ. എത്ര മണിക്കൂറത്തെ വർക്കാണെന്നറിയോ? അമ്മേ സൂപ്പർ. നല്ല കേട്ടോ. സാധാരണ വൈറ്റ് ചോക്ലേറ്റ് എനിക്ക് ഇഷ്ടമല്ല. മറ്റേ ഇഷ്ടപ്പെട്ടതാ? ആണോ? എനിക്കത് രണ്ടും ഇഷ്ടം. പക്ഷെ വൈറ്റ് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുമെന്നേ ഞാൻ വിചാരിച്ചില്ല. പക്ഷെ നന്നായിട്ടുണ്ട് കോമ്പിനേഷൻ. കോട്ടൺ ക്യാൻഡി. സോ ഗുഡ്. ഒന്നും പറയാനില്ല, സൂപ്പർ. ഇതായിരുന്നല്ലേ ഒന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. കോട്ടൺ കേക്ക് ഇപ്പൊ തുടങ്ങിയതാണ്. പിസ്റ്റാഷ്യോ ഫ്ലേവർ നന്നായിട്ട് ബാലൻസ് വരുന്നുണ്ട്. ഇങ്ങോട്ട് വന്ന് വാ. അവൻ കൊറേ നേരമായിട്ടോ നോക്കി നിക്കുന്ന, മിണ്ടാതെ ഇരുന്ന് ആരുടെയും ശല്യം ഇല്ലാതെ കഴിച്ചോണ്ടിരിക്കുകയാണ്. Yay! Try to